ആൽക്കഹോളിസ്റ്റ് അനോണമിസ്, പേജ് 12. ബില്ലിൻ്റെ കഥ. അതെന്നെ തറ പറ്റിച്ചു. എന്തൊക്കെയായാലും മതത്തിൻ്റെ ആളുകൾ ശരിയാണെന്നതുപോലെ കാണപ്പെടാൻ തുടങ്ങി. ഇവിടെ മനുഷ്യഹൃദയത്തിൽ അസാധ്യമായതെന്തോ പ്രവർത്തിച്ചിരുന്നു. അത്ഭുതങ്ങളെക്കുറിച്ചുള്ള എൻ്റെ ധാരണകൾ അപ്പോൾ തന്നെ കീഴ്മേൽ മറിഞ്ഞു, പൂപ്പൽ പിടിച്ചു. കഴിഞ്ഞ കാലത്തെ സാരമാക്കേണ്ട. ഇവിടെ ഇതാ ആ അടുക്കള മേശയ്ക്കെതിരെ നേരിട്ടുള്ള ഒരത്ഭുതം ഇരിക്കുന്നു. ഒരുപാട് ഏറ്റമിറക്കങ്ങളെക്കുറിച്ച് അവൻ ഉദ്ഘോഷിച്ചു. ഒരു ആന്തരികമായ പുനഃസംഘടനയ്ക്ക് വിധേയമായവനേക്കാൾ കൂടുതലായിരുന്നു എൻ്റെ സ്നേഹിതനെന്നു ഞാൻ കണ്ടു. അവൻ വ്യത്യസ്തനായ ഒരു തലത്തിലായിരുന്നു. അവൻ്റെ വേരുകൾ പുതിയൊരു മണൽ കണ്ടറിഞ്ഞിട്ടുണ്ടായിരുന്നു. ജീവിക്കുന്ന ദൃഷ്ടാന്തമായി തൻ്റെ സ്നേഹിതൻ ഇവിടെ ഉണ്ടായിരുന്നിട്ടുകൂടി എൻ്റെ പഴയ അടിസ്ഥാനരഹിതമായ മുൻവിധിയുടെ അവശിഷ്ടം എന്നിൽ അവശേഷിച്ചിട്ടുണ്ടായിരുന്നു. ദൈവം എന്ന പദം അപ്പോഴും ഒരു വെറുപ്പുയർത്തിയിരുന്നു. എനിക്ക് വ്യക്തിപരമായ ഒരു ദൈവമുണ്ടായിരിക്കാം എന്ന ചിന്ത പ്രകാശിപ്പിക്കപ്പെട്ടപ്പോൾ ഈ വികാരം ശക്തമാക്കപ്പെട്ടു. ആ ആശയം ഞാൻ ഇഷ്ടപ്പെടില്ല. സ്വർഗചേതന, പ്രാപഞ്ചിക മനസ്സ് അല്ലെങ്കിൽ ശക്തി എന്നീ ധാരണകൾ ഞാൻ അംഗീകരിക്കാമെങ്കിലും അവനെത്ര സ്നേഹസമ്പന്നനായിരുന്നാലും സ്വർഗത്തിൻ്റെ അധിപൻ എന്ന ചിന്തയെ ഞാൻ ചെറുത്തു നിന്നു. പിന്നീട് പലപ്പോഴും ഇതേ രീതിയിൽ ചിന്തിക്കുന്ന നിരവധി പേരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഒരു നൂതനാശയം എന്ന് അപ്പോൾ കാണപ്പെട്ട ഒരു കാര്യം എൻ്റെ സ്നേഹിതൻ നിർദ്ദേശിച്ചു. നിന്റെ ധാരണയിലുള്ള ദൈവത്തെ എന്തുകൊണ്ട് നിനക്ക് തിരഞ്ഞെടുത്തുകൂടാ? ആ പ്രസ്താവന എന്നെ കാര്യമായി സ്പർശിച്ചു. ഏത് ഭൗതികമായ മഞ്ഞുമലയുടെ തണലിലാണോ വർഷങ്ങളായി ഞാൻ ജീവിക്കുകയും വിറയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്, അതിനെ പ്രസ്താവന ഉരുക്കിക്കളഞ്ഞു. അവസാനം ഞാൻ സൂര്യപ്രകാശത്തിൽ എത്തിനിന്നു. എന്നെക്കാളും മഹത്തായ ഒരു ശക്തിയിൽ വിശ്വസിക്കുന്നതിൽ ആഗ്രഹമുണ്ടായിരിക്കേണ്ട കാര്യം മാത്രമായിരുന്നു അത്. എൻ്റെ തുടക്കത്തിന് മറ്റൊന്നും ആവശ്യമായിരുന്നില്ല. വളർച്ച ആ ബിന്ദുവിൽ നിന്നാരംഭിക്കാൻ കഴിഞ്ഞുവെന്ന് ഞാൻ മനസ്സിലാക്കി. പരിപൂർണമായ ആഗ്രഹത്തിൻ്റെ അടിത്തറയിന്മേൽ എൻ്റെ സ്നേഹിതനിൽ കണ്ടതുപോലെ എനിക്ക് പണിതുയർത്താൻ കഴിഞ്ഞേക്കും. അതെനിക്കുണ്ടാകുമോ? തീർച്ചയായും ഉണ്ടാകും. അദ്ദേഹത്തെ വേണ്ടുവോളം ആവശ്യമുള്ളപ്പോൾ മനുഷ്യരായ നമ്മുടെ കാര്യത്തിൽ ദൈവം താൽപ്പര്യമുള്ളയാളാണെന്ന് അങ്ങനെയാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. വളരെ കാലം കൊണ്ടാണെങ്കിലും ഒടുവിൽ ഞാൻ കണ്ടു, ഞാൻ അനുഭവിച്ചു, ഞാൻ വിശ്വസിച്ചു. അഹങ്കാരത്തിൻ്റെയും അടിസ്ഥാനമില്ലാത്ത മുൻവിധികളുടെയും പാടകൾ എൻ്റെ കണ്ണുകളിൽ നിന്നും നീങ്ങി. ഒരു പുതിയ ലോകം കാഴ്ചപ്പാടിലെത്തി. ഒരു ആരാധനാലയത്തിൽ ചെന്നുള്ള അനുഭവത്തിൻ്റെ പ്രാധാന്യം പെട്ടെന്നെൻ്റെ മനസ്സിലുണർന്നു. കുറഞ്ഞൊരു സമയത്തേക്ക് എനിക്ക് ദൈവത്തെ ആവശ്യമാണെന്നും വേണമെന്നും തോന്നി. അദ്ദേഹം എന്നോടടുത്തുണ്ടാകണമെന്ന വിനീതമായ ആഗ്രഹം എന്നിലുണ്ടായിരുന്നു. അദ്ദേഹം വന്നു. പക്ഷേ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യബോധം മുഖ്യമായും എന്നിൽ തന്നെയുള്ള ലൗകികമായ മുറവിളികളാൽ ഒപ്പിയെടുത്തു മാറ്റപ്പെട്ടു. എന്നും അതങ്ങനെയായിരുന്നു. ഞാൻ അത്രയ്ക്ക് അന്ധനായിരുന്നു. ആശുപത്രിയിൽ അവസാനമായി ഞാൻ മദ്യത്തിൽ നിന്ന് വേർപെടാനാക്കപ്പെട്ടു. ചികിത്സിക്കുന്നതാണ് ബുദ്ധിയെന്ന് തോന്നി. കാരണം ഞാൻ മദ്യപാനം കൊണ്ടുണ്ടാകുന്ന വിഭ്രമങ്ങൾ കാണിച്ചു തുടങ്ങിയിരുന്നു. അവിടെ വിനീതനായി എന്നെ തന്നെ ഞാനെന്ന് മനസ്സിലാക്കിയ വിധത്തിലുള്ള ദൈവത്തിന് സമർപ്പിച്ചു. എന്നെ ഇഷ്ടം പോലെ എന്തും ചെയ്യുന്നതിനു വേണ്ടി അദ്ദേഹത്തിൻ്റെ സംരക്ഷണത്തിനും മാർഗനിർദ്ദേശത്തിനുമായി ഞാൻ എന്നെ സ്വയം യാതൊരുവിധ ഉപാധികളും കൂടാതെ സമർപ്പിച്ചു. അദ്ദേഹം ഇല്ലെങ്കിൽ എനിക്കെല്ലാം തുലയുമെന്നും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒന്നുമല്ലെന്നും ആദ്യം സ്വയം സമ്മതിച്ചു. ഒട്ടും ദാക്ഷിണ്യം കൂടാതെ ഞാൻ എൻ്റെ തെറ്റുകളെ അഭിമുഖീകരിക്കുകയും പുതുതായി കണ്ടെത്തിയ ദൈവം എന്ന എൻ്റെ കൂട്ടുകാരൻ അവയൊക്കെ കൊമ്പും ചില്ലയും വേരും അടക്കം എന്നിൽ നിന്ന് പിഴുതെടുക്കുന്നതിനും ഞാൻ ആഗ്രഹമുള്ളവനായി. അതിനുശേഷം ഞാൻ കുടിച്ചിട്ടേയില്ല. എൻ്റെ വിദ്യാലയ സുഹൃത്ത് എന്നെ സന്ദർശിച്ചു. എൻ്റെ പ്രശ്നങ്ങളെയും കുറവുകളെയും ഞാൻ അയാൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു.
ഞാൻ ദ്രോഹിച്ചിട്ടുണ്ടായിരുന്നവരുടെയും എനിക്ക് അമർഷമുണ്ടായിരുന്നവരുടെയും ഒരു ലിസ്റ്റ് ഞങ്ങൾ തയ്യാറാക്കി. എൻ്റെ കുറ്റം സമ്മതിച്ചുകൊണ്ട് ഈ വ്യക്തികളെ സമീപിക്കുവാനുള്ള എൻ്റെ പൂർണ്ണമായ ആഗ്രഹം ഞാൻ പ്രകടിപ്പിച്ചു. അവരെപ്പറ്റി പിന്നെയൊരിക്കലും ഞാൻ കുറ്റം പറഞ്ഞിരുന്നില്ല. അത്തരം കാര്യങ്ങൾ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശരിപ്പെടുത്താൻ ഞാൻ സന്നദ്ധയുള്ളവനായി.